ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അത്ര തന്നെ പറഞ്ഞിട്ടില്ലാത്ത, ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു ടോപ്പിക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. INFP ലവ് മേക്കിംഗ്. INFPക്കാരുടെ ലവ് മേക്കിംഗ് എങ്ങനെയാണ്, അത് എത്രത്തോളം പാഷൻ, എത്രത്തോളം ഒരു കണക്ഷൻ അതിലുണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നോക്കാം, കുറച്ച് കാര്യങ്ങൾ നോക്കാം. എനിക്കിത് പറയുമ്പോൾ തന്നെ ഭയങ്കര നാണക്കേടൊക്കെ വരുന്നുണ്ട്, എന്നാലും നോക്കാം നമുക്ക്. INFPക്കാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. INFPകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും നിങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കാം, ഇത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. INFPകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക്, മാത്രമല്ല INFPകളായ ആളുകളുടെ അവസ്ഥ എന്താ വെച്ചാൽ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ അറിയുക എന്ന് പറയുന്നത്, സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് INFPകൾക്കൊരു വല്ലാത്തൊരു പ്രാന്താണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ INFPകളുടെ അത്രയും എന്താ പറയുക, നമുക്ക് അത്രയും സോഫ്റ്റായിട്ടുള്ള ഇങ്ങനെ ഇമോഷൻസൊക്കെ ചേർന്നിട്ടുള്ള ഈ INFP ലവ് മേക്കിംഗ് എന്ന കൺസെപ്റ്റ് കുറച്ചുകൂടിയൊക്കെ രസമാകും തോന്നുന്നു. എന്തൊക്കെയാണ് പറയുന്നത്, എന്തായാലും സംഭവം. INFPകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു INFP ആണെങ്കിൽ, നിങ്ങളൊരു സൈക്കോളജി നേർഡ്, ഒരു എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. INFPകളുടെ അപ്രോച്ച് എങ്ങനെയാണ് ഈ ലവിനോടും ഇൻറ്റിമസിയോടും എന്നാണ് പറയുന്നത്. INFPകൾ പൊതുവെ അറിയപ്പെടുന്നത് അവരുടെ വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസിൻ്റെ പുറത്ത്, അതേപോലെ ഇമോഷൻസിൻ്റെ പേരിൽ വളരെ ആഴത്തിലുള്ള ഇമോഷൻസാണ്, വികാരങ്ങളാണല്ലോ. മാത്രമല്ല വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രകൃതമാണ് അവർക്കുള്ളത്. എന്ന് വെച്ചാൽ ലോകം ഇങ്ങനെ ആയിരിക്കണം, അടിപൊളിയായിരിക്കണം, സത്യസന്ധരായിരിക്കണം, എല്ലാവരും വളരെ എക്സ്പ്രസീവ് ആയിരിക്കണം, എല്ലാവരും ഭയങ്കര എമ്പത്തിക് ആയിരിക്കണം, എല്ലാവരും ഭയങ്കരമായിട്ട് സഹായിക്കണം, സഹകരിച്ച് പോകണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളുകളാണ്. മാത്രമല്ല അവർ ഇന്നർ വേൾഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വേൾഡാണ്. അതുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ലവ് മേക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് ചുമ്മാ ഫിസിക്കലായിട്ടുള്ളൊരു സാധനമല്ല. അതായത് ചുമ്മാ ശരീരങ്ങൾ യുണൈറ്റ് ചെയ്യുക, അങ്ങനൊരു സാധനം അല്ലത്. ഇതിലവസ്ഥ എന്താ വെച്ചാൽ, ഇത് ഇമോഷണലായിട്ടുള്ള, സ്പിരിച്വലായിട്ടുള്ള, അതേപോലെ വളരെ ഈ ചിലപ്പോൾ പോയറ്റിക്കായിട്ടുള്ള ഒരു കാവ്യാത്മകമായ ഒരു സാധനം കൂടിയായിരിക്കും ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് വൈകാരികമായ രീതിയിലുള്ള, ആത്മീയമായ രീതിയിലുള്ള ഒരു കാവ്യാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാധനമാണിത്. ചില പേഴ്സണാലിറ്റി ടൈപ്പുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇൻറ്റിമസി എന്ന് പറയുന്നത് അവർക്കൊരു ഫണ്ണായിരിക്കും. പക്ഷേ INFPകൾക്ക് അങ്ങനെയല്ല. ലവ് മേക്കിംഗ് എന്ന് പറയുന്നത് പലർക്കും ഒരു നമ്മൾ പറയും ഫണ്ണായിരിക്കും എന്ന് പറഞ്ഞാൽ, മാത്രമല്ല ഫിസിക്കലായിട്ടുള്ള ഒരു സംഭവം എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. INFPകൾക്ക് അങ്ങനെയല്ല. INFPകൾ ക്രേവ് ചെയ്യുന്നത്, ഞങ്ങൾ കാര്യമായി ആഗ്രഹിക്കുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണലായിട്ടുള്ള, അതേപോലെ സോൾഫുൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ആത്മാവ്, പ്രേതം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അന്തരാത്മാവ് എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, ഇത് തമ്മിലുള്ള കണക്ഷൻസാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരാളായിട്ട് ലവ് മേക്കിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് അത് അത്രയും വൈകാരികമായ, അത്രയും ആത്മീയമായിട്ടുള്ള ആത്മാവുകൾ തമ്മിലുള്ള ഒരു കണക്ഷനായിട്ട് മാറാനാണ് ഞങ്ങൾ ക്രേവ് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ഞാനൊരാളായിട്ടൊരു ലവ് മേക്കിങ്ങിൽ പെടുന്ന സമയത്ത് അത് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. തിരിച്ചും അങ്ങനെ ആയിരിക്കും. മാത്രമല്ല എനിക്കിത് എല്ലാ കാലത്തും ആലോചിച്ച് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. മാത്രമല്ല ഇത് ഒരാളോട് അയാളോട് നമുക്ക് ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ പറയണമെങ്കിൽ അത് നമുക്ക് അത്ര സേഫ്റ്റി തോന്നുന്ന ഒരാളായിരിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ എന്നെ ഒരാൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, എന്നെ ഒരാൾ എന്താ പറയുക നല്ല രീതിയിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക, എന്നെ സംസാരിക്കാൻ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ വൾണറബിലിറ്റീസിനെ അക്നോളേജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരാളോട് മാത്രമാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ എന്നാണ് പറയണത്. ഞാൻ ചുമ്മാ പോയിട്ടൊരു ആക്രമണം നടത്താനൊന്നും പറ്റൂല. പിന്നെ ഇമോഷണൽ ഡെപ്ത് ഓഫ് എൻ INFP ഇൻ ബെഡിലുള്ള INFPയുടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു ആഴം എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞു. INFPകളുടെ ലവ് മേക്കിംഗ് എന്ന് പറയുന്നത് അതൊരു ചുമ്മാ തമാശയ്ക്ക് വേണ്ടി, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന സാധനമല്ല.
മാത്രമല്ല ഇത് പാഷൻ, നമുക്കറിയാം ഇത് പാഷനാണ്, അത്രയും പാഷനായിട്ട് സംഭവമാണ്. ഇത് ചുമ്മാ ഒരു പാഷൻ മാത്രമല്ല, അത് രണ്ട് ആത്മാക്കൾ മെർജ് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യുന്ന പോലുള്ളൊരു സാധനമാണ്. ഞങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ടുള്ള മീനിങ് ഫുള്ളായ ടച്ചുകളാണ് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് അവരുടെ ഐ കോണ്ടാക്റ്റ്, പരസ്പരം കണ്ണുകൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ അഫെക്ഷനോടുകൂടി നമ്മളിങ്ങനെ ശബ്ദം താഴ്ത്തിയിട്ടൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുകയും ആ സാധനമൊക്കെ ഒലിപ്പീരല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, അതല്ല. അത് ചുമ്മാ സെക്സ് ചെയ്യുക എന്നുള്ളൊരു സാധനമല്ല, ഇത് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ലവ് മേക്കിംഗ്. പിന്നെ ഞങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ടൈം എടുക്കും, ചുമ്മാ ചാടി കയറി അങ്ങനെയല്ല, അത് ടൈം എടുക്കും. അത് ഞങ്ങളുടെ ടച്ച് എന്ന് പറഞ്ഞാൽ അത്രയും സെൻഷ്വലായ ഒരു സാധനമായിരിക്കും. മാത്രമല്ല അത് വളരെ ക്രിയേറ്റീവായൊരു സാധനം, ചുമ്മാ ആക്രാന്തം കാണിക്കലല്ല സാധനം, അതാണ്. പിന്നെ നമ്മൾ ഇതിൽ ചിലപ്പോൾ നമ്മൾ ലവ് ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ടാവും, നമ്മൾ ലവ് ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ പാട്ടുകൾ കേൾക്കാൻ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ ക്യാൻഡിൽസോ അല്ലെങ്കിൽ അതേപോലെ സോഫ്റ്റ് ലൈറ്റിങ്ങോ ഒക്കെ വെച്ചിട്ടുള്ള ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അത് ഞങ്ങൾ വളരെ ആർട്ടിസ്റ്റിക്കായ ആളുകളായിരിക്കും പൊതുവെ NFP-കൾ. മാത്രമല്ല വളരെ റൊമാൻറ്റിക്കായ ആളുകളാണ്. അതുമല്ല അത് പറഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് പലരും വിചാരിക്കട്ടെ, ഇത് നല്ല ചൂടാണ് അപ്പം ടീഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ ഇട്ടിറക്കണം, അത്രയുള്ള സാധനം. പിന്നെ NFP-കളെ ടേൺ ചെയ്യുന്ന സംഗതികൾ, ഞങ്ങളുടെ ടേൺ ഓൺസ് എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കിക്ക് കിട്ടുക ഇത് ചെയ്തുതരാമെന്ന്. NFP-കളുടെ പാഷൻ ഇഗ്നൈറ്റ് ചെയ്യുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന സാധനം എന്താണ്, അത് ഫിസിക്കലായുള്ള അട്രാക്ഷൻ മാത്രമല്ല. അപ്പോൾ ഒരാളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നിയിട്ട് അങ്ങനെയല്ല ഇത് സംഭവം. അത് മാത്രമല്ല അതൊരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ് NFP. മാത്രമല്ല ഒരു ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി, ഇമോഷണലായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനുമാണ്, ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഉള്ളിൽ പാഷൻ ഉണ്ടാകുന്നത്. വളരെ മീനിങ് ഒരു കോൺവെർസേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഒരു വളരെ എന്താ പറയുക, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാക്കുകളൊക്കെ ഉള്ള ഒരു കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റ് പരസ്പരം ഷെയർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞങ്ങളൊരു ഗസൽ കേൾക്കാൻ പോയി, ഞാനും എൻ്റെ പാർട്ട്ണർ തമ്മിൽ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഈ പാഷൻ ഇങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ്. അതല്ലാണ്ട് ചുമ്മാ ഫിസിക്കൽ ഒരു ടച്ചിനേക്കാൾ എത്രയോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെയാണ്. ഫിസിക്കൽ ടച്ച് അത്രയും കംഫർട്ടബിളായിട്ടുണ്ടെങ്കിലാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിച്ച് ഞങ്ങൾ ഓടും, ഞങ്ങൾക്ക് അത്ര ധൈര്യമില്ലാത്ത ആളുകളായിരിക്കും പൊതുവെ. പിന്നെ ഡീപ്പായി നമ്മളിപ്പോഴത്തേക്ക് ഒരു ഡീപ്പ് കോൺവെർസേഷൻസ്, ഇമോഷണലായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്ക് അനുഭവിക്കണം. വളരെ ജെന്യുവിനായ ടെൻഡറായിട്ടുള്ള മൃദുലമായിട്ടുള്ള തൊടലുകൾ, അതേപോലെ തന്നെ കത്തുകൾ, ഇങ്ങനെ ഗസൽ, ഇങ്ങനെ സാധനമൊക്കെ എന്തൊക്കെയാണ് വളരെ പാഷനേറ്റായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ് ഉണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എൻ്റെ ലൈഫിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായി, എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയില്ലത്. പിന്നെ വളരെ ഈസ്തറ്റിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ക്യാൻഡിൽസ്, അങ്ങനെ ചെയ്യണം എന്നല്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് സ്പോണ്ടേനിറ്റി ഇഷ്ടമാണ് കേട്ടോ. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ ഇല്ല, അപ്രതീക്ഷിതമായിട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അത് തോന്നിയ മാതിരി ഇങ്ങനെ മരണപ്രാളം കാണിച്ചത് നടക്കില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ സ്ട്രെസ് അനുഭവിക്കും, പെട്ടെന്ന് ടെൻഷൻ അനുഭവിക്കും, നെർവസ് ആവും. പക്ഷേ വളരെ പോയറ്റിക്കായ രീതിയിൽ സ്പോണ്ടേനിയസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഫോർ എക്സാമ്പിൾ ഒരു ലവ് നോട്ട് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്കൊരു ലവ് ലെറ്റർ തരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് ഞങ്ങൾക്ക് നാണം വരും. അതുപോലെ ഐ ലവ് യു എന്നൊക്കെ പറയേണ്ട സാധനമല്ലേ, അതൊക്കെ കേൾക്കുക ഭയങ്കരമായിട്ട് ചൂളിപ്പോവും, അങ്ങനെയൊക്കെ സാധനമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു പുൽമൈതാനത്ത് ഗ്രൗണ്ടിൽ നമ്മൾ രാത്രി സമയത്ത് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആയിരിക്കാം, ഞാനും എൻ്റെ പാർട്ട്ണറും. അപ്പോൾ ആ ഒരു ആംബിയൻസ് നമുക്ക് അങ്ങനെ കിടക്കാനൊക്കെ ആഗ്രഹിക്കണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംബിയൻസിനെ കുറിച്ച് ചുമ്മാ വിഷ്വലൈസ് ചെയ്ത് പറയണതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിക്ക് തരും. അങ്ങനെയൊക്കെ ഒരു സാധനമുള്ളത്. അതായത് ഞങ്ങളുടെ ഇമാജിനേഷൻ ഭീകരമാണ്. ഞങ്ങൾ ഈ ലോകത്തൊന്നും ആവില്ല, ഈ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങളെ വേറൊരു ഇമാജിനറി ലോകത്തായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. പിന്നെ INFP ആളുകൾക്ക് അവരുടെ പാർട്ട്ണറിൽ നിന്ന് വേണ്ട സാധനങ്ങൾ എന്താണ്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്നാണ്. INFP-കൾ വളരെ സെൻസിറ്റീവായ ആളുകളാണ്, വളരെ ഐഡിയലിസ്റ്റിക് ആണെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഞങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പേഷ്യൻ്റായ, എന്ന് വെച്ചാൽ അസുഖബാധിതനായ അല്ല, വളരെ ക്ഷമയുള്ള, വളരെ ജെൻറ്റിലായിട്ടുള്ള, എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് നേച്ചേർഡായിട്ടുള്ള, വൈകാരികമായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള, വൈകാരികമായിട്ട് നമ്മളോടൊരു താല്പര്യം കാണിക്കണം, അല്ലാണ്ട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരാളായിരിക്കരുത്.
പിന്നെ ഇൻറ്റിമസി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ തിങ് അല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരു ഫിസിക്കലായ ഒരു സാധനം മാത്രമായിട്ട് ഇൻറ്റിമസീനെ, ഫിസിക്കലായിട്ടുള്ള ഒരു സംഗതി മാത്രമായിട്ട് ഇൻറ്റിമസീനെ ഞങ്ങളുടെ പാർട്ട്ണർ കാണുകയാണെങ്കിൽ ഞങ്ങൾക്കിത് വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കണക്ഷൻ കിട്ടില്ല. അത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം, ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ INFPകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസം വേണം, അതേപോലെ വൈകാരികമായ കണക്ഷനൊക്കെ വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇമോഷണലി ഞങ്ങൾക്കൊരു സേഫ്റ്റി തോന്നുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ചിപ്പിക്കുക എല്ലാ തരത്തിലും. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലവ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം ഫ്രീ ആയിട്ട്, അത് ഒരു പേടിയില്ലാണ്ട്. അല്ലെങ്കിൽ മാത്രമല്ല ഞങ്ങളിങ്ങനെ വിലയിരുത്താണ്ട് ഞങ്ങൾക്കിത് ഞങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ എത്രത്തോളം ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യണോ അത്രത്തോളം പാഷനേറ്റ് ആവും. വിശ്വാസം അതല്ലേ എല്ലാം, അതാണ് സംഭവം. പിന്നെ INFP ആയിട്ടുള്ള ഒരു ലവ് മേക്കിംഗ് എങ്ങനെയാണ് യുണീക്ക് ആവുന്നത്, മറ്റുള്ളതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുള്ളൊരു സാധനമാണ്. ഓരോ പേഴ്സണാലിറ്റി ടൈപ്പിനും അവരുടേതായ രീതിയിൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കും. INFPകളുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ വളരെ യുണീക്കാണ്. എന്നുവെച്ചാൽ അതൊരു സ്വപ്നം പോലെയുള്ള വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലെയാണ് ഇൻറ്റിമസിയുടെ ഒരു. ആ ഇൻറ്റിമസി ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെ റൊമാൻറ്റിക്കായ പോയറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഐ കോണ്ടാക്റ്റ് വളരെ ഡീപ്പായിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. വളരെ ടെൻഡർ ആയിരിക്കും, വളരെ പാഷനേറ്റ് ആയിരിക്കും. ഒരു ഫാൻറ്റസി ലൈക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇമാജിനറി രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും പലപ്പോഴും. അല്ലാണ്ട് ചുമ്മാ ഒരു ബെഡ് റൂം അങ്ങനെയല്ല സംഭവം. അത് വളരെ ഞങ്ങൾക്കങ്ങനെ വലിയ അലങ്കരിച്ചൊരു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, അങ്ങനെയല്ല. വളരെ സിമ്പിളായ മനുഷ്യരായ INFPകൾ. അപ്പോൾ സിംപ്ലിസിറ്റി ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയാണ് INFP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് മേക്കിംഗ് എങ്ങനെ തോന്നുന്നു അറിയോ? INFPകളുടെ ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ INFP ആയിട്ടുള്ള ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വളരെ മനോഹരമായ ഒരു നോവലിലേക്കോ അല്ലെങ്കിൽ റൊമാൻറ്റിക്കായ ഒരു സിനിമയിലേക്കോ നമ്മളിങ്ങനെ കടന്നു ചെല്ലുന്ന പോലെയൊക്കെ തോന്നും. അതായത് ഓരോ ടച്ച് അല്ലെങ്കിൽ ഓരോ വാക്ക് ഓരോ നിമിഷവും ഒരുപാട് അർത്ഥങ്ങളുള്ള പോലെ, അല്ലെങ്കിൽ അത്രയും ആഴത്തിലുള്ള, അത്രയും അർത്ഥമുള്ള, അത്രയും ഹൃദയം നിറയ്ക്കുന്ന ഒരു സംഭവമാണ്. അതാണ് INFPകളുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ കുറേ അനുഭവിക്കുന്നുമുണ്ട്. എന്തായിക്കോട്ടെ. പിന്നെ ഒരു INFPനെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ INFP പാർട്ട്ണറാണ് നിങ്ങളുടെ പാർട്ട്ണർ INFP ആണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ആഴമുണ്ട്, ഒരു ഡെപ്ത്ത്, അതിനെ ഒരുപാട് ചെറിഷ് ചെയ്യുക, ഒരുപാട് ഇഷ്ടപ്പെടുക, അതിനെ അംഗീകരിക്കുക. അതുപോലെ ഇമോഷൻസിനെ ആദരിക്കുക, ഇമോഷൻസിനെ അക്നോളജ്. ഞങ്ങൾക്ക് ഒരുപാട് ഇമോഷണലായിട്ടുള്ള ഒരു സാധനം വേൾഡാണുള്ളത്, അതിനെ അംഗീകരിക്കുക. പിന്നെ ഞങ്ങൾ ഈ ഇൻറ്റിമസിക്ക് ഒരുപാട് മാജിക് കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളൊരാൾ ഇൻറ്റിമേറ്റ് ആകുമ്പോൾ കുറേ മാജിക് കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കവിതകളിലും കഥകളിലും നോവലുകളൊക്കെ വായിച്ചാൽ ഞങ്ങൾക്കത് മനസ്സിലാവും എന്താ സാധനം. ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിൽ ആ സാധനം വരണമെന്നില്ല. നമ്മൾ നെർവസായിട്ടാവും ഇത് പലതും ചെയ്യുന്നുണ്ടാവും, പലതും മറക്കും, നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, പലപ്പോഴും ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ കഥകളിലൂടെ കവിതകളിലൂടെ കാണിക്കുന്ന വേറൊരു സാധനം ആയിരിക്കാം പൊതുവെ. എങ്ങനെയാണ് അവിടെയാണ് നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള കുട്ടിക്കുറുമ്പുകൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്നത്, ഞങ്ങളുടെ ഇന്നർ വേൾഡൊക്കെ പുറത്ത് കാണിക്കുന്നത്. പിന്നെ നിങ്ങളൊരു INFP ആണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഒരാളെ ലവ് ചെയ്യണതെന്ന് പറയുന്നത്, സ്നേഹിക്കുന്നത് വളരെ റെയറാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ INFP സ്നേഹിക്കുന്ന പോലെ വേറൊരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെ റൈറ്റായ പേഴ്സൺ, നിങ്ങൾ INFP ആണെങ്കിൽ മനസ്സിലാക്കുക, ഒരു റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് നിങ്ങളുടെ ഈ വളരെ റെയറായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്നേഹത്തിനെ വളരെ റെയറായ ഒരാൾക്ക് മാത്രമാണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അവസ്ഥ എന്താ വെച്ചാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് ഇത് വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാത്രം മറിഞ്ഞ് വിളമ്പുക എന്നൊരു സാധനമല്ല. അങ്ങനെയല്ല അല്ലേ? അത് മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് അത് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ, അല്ലാത്തവർക്ക് ഇത് വലിയ രസമായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. തൽക്കാലം ഇതൊക്കെ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെന്താ, പിന്നെ INFPകളുടെ ലവ് മേക്കിംഗ് ഇൻറ്റിമസി സ്പെഷ്യലാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഇവിടെ നിന്ന് പറയാം. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് കമൻറ്റ് ചെയ്യാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്, ലോങ് വീഡിയോ.
ഇനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ പറ്റിയാണ് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ലൈഫുമായി കണക്ട് ചെയ്തിട്ട് അത് സംസാരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമുണ്ടല്ലേ എന്ന് അറിയില്ല. ഞാൻ വളരെ നെർവസ് ആയിട്ടാണ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പോകെ വീഡിയോസ് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കംഫർട്ടബിൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.